ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ അത് ഗംഭീരമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിലോട്ട് കൊണ്ടുവരണം. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് നമ്മുടെ ചാനലിൻ്റെ ഈ വിജയം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇനിയും നിരന്തരം ലൈവ് ക്ലാസ്സുകളും അതേപോലെ കോണ്ടന്റ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാനലിലോട്ട് കൊണ്ടുവരണം. അപ്പം മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത്, നമ്മുടെ മൊഡ്യൂൾ എക്സാമിനേഷൻ്റെ അടുത്ത എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സ് എക്സാമിനേഷനാണ്. 28-ാം തീയതി രാവിലെ 7 മണിക്കായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നമ്മുടെ ആപ്പിലായിരിക്കും കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതാണ്, റിവിഷൻ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. 4 ചാപ്റ്ററുകളാണ് നമ്മുടെ മൊഡ്യൂൾ എക്സാമിനേഷന് വേണ്ടിയുള്ളത്. നമ്മുടെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതേപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഈ 4 ചാപ്റ്ററുകളാണ് നമുക്ക് റിവിഷൻ ക്ലാസ്സിന് വേണ്ടിയുള്ളത്. ഈ 4 ചാപ്റ്ററിൻ്റെ ലൈവുകൾ നടക്കുന്ന ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ 23-ാം തീയതിയാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും അതേപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന 2 ചാപ്റ്റർ റിവിഷൻ നടക്കുന്നത്. അപ്പോൾ കൃത്യം 7 മണിക്ക്, രാത്രി 7 മണിക്കായിരിക്കും ലൈവ് നടക്കുന്നത്. എല്ലാ മക്കളും എന്ത് ചെയ്യണം, ആ ലൈവിലുണ്ടായിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതേപോലെ തന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററും. ഈ 2 ചാപ്റ്ററിൽ നിന്നും ഏകദേശം നമുക്ക് ബോർഡ് എക്സാമിനേഷൻ 8 മാർക്കിനോളം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പിറ്റേ ദിവസം രാത്രി 7 മണിക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും അതേപോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടുമായിരിക്കും. ഈ 2 ലൈവിനും എല്ലാ മക്കളും എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ലൈവുകൾ അത് ഗംഭീരമാക്കാൻ നിങ്ങളുടെ ഈ പാർട്ടിസിപ്പേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ലൈവ് കഴിയുമ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ആ ലൈവിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലൈവിൽ കണ്ടുമുട്ടാം മക്കളെ. ബൈ ബൈ.